ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പിയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ കുറേ എസ്റ്റേറ്റുകളെല്ലാം കാണിച്ചിട്ട് നേരെ മടങ്ങി വരികയാണ്. അപ്പം രണ്ട് ജോലിക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എസ്റ്റേറ്റുകളെല്ലാം കണ്ടു കഴിഞ്ഞായിരുന്നോ? ഇല്ല, ഇനിയും ഉണ്ടല്ലോ കാണിക്കാനായിട്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇനിയും കൊണ്ടുപോകണ്ടേ അലീനയും കൊണ്ട്? പിന്നെ പോകണം, അവള് മതിയാവോളം കാണട്ടെ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഒന്നുമില്ല, ഞങ്ങൾ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഇവർ പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാതെ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അലീന പറയാണ്, അതെ, ഇവിടെ എവിടെയാണ് അനാഥാലയം? ഇവിടെ അടുത്തെങ്കിലും അനാഥാലയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെന്തിനാ അനാഥാലയം ചോദിക്കുന്നത്? അല്ല, ഈ പാലയിലും പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അനാഥാലയങ്ങളൊക്കെ അറിയാം, പക്ഷേ ഇവിടെ അനാഥാലയം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് സഹായം ചെയ്താലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിനിക്ക് ദേഷ്യം വന്ന് സ്റ്റാലിനി അവിടെ നിന്ന് ചാടി എണീക്കുക. ചാടി എണീറ്റിട്ട് അലീനയോട് പറയണം, അങ്ങനെ അനാഥാലയം കാണണമെങ്കിലേ അവനോട് പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേലക്കാരനോട് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന് അയാളല്ലല്ലോ എൻ്റെ പപ്പ എന്നിങ്ങനെ അലീനയും പറയാണ്. അപ്പോൾ നിനക്ക് എന്താണ് ഇപ്പം അലീന വേണ്ടത്? നിനക്ക് പറഞ്ഞ കാര്യങ്ങളിൽ മനസ്സിലാവില്ലേ? ഏത് സമയം ഈ അനാഥാലയം ചോദിച്ചുകൊണ്ട് നടക്കുവാണ് നീ എന്നൊക്കെ സ്റ്റാലിനിക്ക് ദേഷ്യം കയറിയിട്ട് ഇങ്ങനെ കിടന്ന് പറയുകയാണ്. ഇവിടെ വന്നത് ഞങ്ങളോടൊപ്പം താമസിക്കാൻ, അല്ലാതെ എനിക്ക് ഈ അനാഥാലയം നോക്കി നടക്കേണ്ട കാര്യമൊന്നുമില്ല അലീന എന്ന് പറയുമ്പോൾ, അല്ല ഞാനേ അനാഥാലയത്തിലല്ലേ സ്റ്റോപ്പിട്ട് അനില, ഇനി ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു പോകരുത്. ഞാൻ പല പ്രാവശ്യം വാണിംഗ് തന്നു, അനാഥാലയം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുതെന്ന്. വീണ്ടും അത് തന്നെയാണോ അലീന ആവർത്തിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീനയ്ക്ക് സങ്കടം തോന്നുക. അപ്പോൾ കുട്ടിച്ചായനും ആകെ സങ്കടം തോന്നുക. അപ്പോൾ നമ്മുടെ അലീന പറയാണ്, എനിക്കങ്ങനെ പറയാതിരിക്കാനായിട്ട് കഴിയില്ല. കാരണം ഞാൻ വളർന്നതൊക്കെ അനാഥാലയത്തിലാണ്. അവരെ എൻ്റെ കുടുംബാംഗങ്ങൾ. അവരെനിക്ക് അത്ര പെട്ടെന്ന് മറക്കാനായിട്ട് സാധിക്കുമോ? ഇല്ലല്ലോ. എനിക്കൊരു നല്ല കാലം വരുമ്പോൾ അവരെയും സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്താ, നിന്നെ എസ്റ്റേറ്റ് ഒന്നും കാണിക്കാൻ പാടില്ലായിരുന്നു? വരുമാനമൊന്നും നിന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നു? അതുകൊണ്ടാണോ? എസ്റ്റേറ്റൊക്കെ കാണിച്ചതുകൊണ്ട് എന്താ കുഴപ്പം? വരുമാനം അറിഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിൽ നിന്ന് ഒരിത്തിരി സഹായം ഞാൻ ചെയ്യുമോന്നല്ലേ ചോദിച്ചുള്ളൂ. അതിന് എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യണ്ട. ഞാൻ ഇത്രയും നല്ല സന്തോഷത്തോടെയും സുഖത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ ഇത്രയും നാൾ വളർന്ന അനാഥാലയത്തെ എനിക്ക് മറക്കാനായിട്ട് സാധിക്കോ? അതുകൊണ്ട് മാത്രമാണ് ചെറിയൊരു സഹായമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ പപ്പയോട് പറഞ്ഞത്. അത് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന, എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് വിട്ടേര്. എനിക്കിവിടെ നിൽക്കാനായിട്ട് താല്പര്യമില്ല. എനിക്കൊരു ഇഷ്ടമില്ല ഇവിടെ നിൽക്കാനായിട്ട് എന്ന് പറയാം. അത് കിട്ടഞ്ഞപ്പോഴേക്കും സ്റ്റാലിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി മറിയുകയാണ്. അപ്പോൾ കുട്ടിച്ചായനാണെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുക. കാരണം അലീന പറയുന്നതിലും കാര്യമുണ്ടെന്ന് നമ്മുടെ കുട്ടിച്ചായനും മനസ്സിലാക്കുക തന്നെ ചെയ്തു. അപ്പോൾ അലീന പറയാണ്, എനിക്ക് പോകാനുള്ള പൈസ തരാവോ? പാല വരെയും പോകാനുള്ള ബസ് കാശ് എനിക്ക് തരാവോ? ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അലീന അവിടെ നിന്നേ, ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാനിവിടെ നിന്ന് നിന്നോട് പോകാൻ പറഞ്ഞോന്ന്? ഇല്ല, എന്നോട് പോകാൻ പറഞ്ഞില്ല. പക്ഷേ ഞാനൊരു അനാഥാലയത്തിലല്ലേ വളർന്നത്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ വാക്കുകളും ചിലപ്പോൾ എന്നെ കാണുന്നതൊന്നും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലീന പോവാണ്. സ്റ്റാലിനാകെ ദേഷ്യം വരിക. അപ്പോൾ സ്റ്റാലിൻ നേരെ ഹാളിൽ പോയിരുന്ന് ഇങ്ങനെ മദ്യപിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കുട്ടിച്ചായം വരികയാണ്. സ്റ്റാലിൻ, എന്താ ഇത്? അവളെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച്, അവളെന്ത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ടോ? അവൾ എപ്പോൾ നോക്കിയാലും അനാഥാലയം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ പിന്നെ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ലാലിച്ച? അവൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അവളുടെ അവസ്ഥകളാണ് പറഞ്ഞത്. ഇത്രയും നാൾ അവൾ അവിടെയല്ലേ വളർന്നത്. അവിടെയുള്ളവരുടെ സാഹചര്യമൊക്കെ അവൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ. അപ്പോൾ പിന്നെ അവൾക്കത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ ലാലിച്ച? അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഓഹോ, അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? അത് ശരി. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു മോളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ്റെ മറുപടി ഇങ്ങനെയല്ലായിരുന്നല്ലോ. അവൾക്ക് നക്കാപ്പിച്ച പൈസ എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടോളണം എന്നൊക്കെയല്ല എന്നോട് പറഞ്ഞത്. എടാ ലാലിച്ച, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കി വരേണ്ട ആവശ്യമൊന്നുമില്ല. അലീന പറഞ്ഞതിലും കാര്യമുണ്ട്. നീ അതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ചെറിയൊരു സംഭാവന അനാഥാലയത്തിന് കൊടുക്കണമെന്ന് മാത്രമല്ലേ അവൾ പറഞ്ഞുള്ളൂ. അതിപ്പോൾ കൊടുത്തെന്ന് വിചാരിച്ച എന്താ കുഴപ്പം? എൻ്റെ അപ്പച്ച ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത്
ജോലിക്കാരോട് പറ, അവർ മുഖേനയായിട്ട് കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. അതിന് അവൾക്ക് അതിനോട് താല്പര്യമില്ല. അവളുടെ പപ്പ കൊണ്ട് കൊടുക്കണമെന്നാണ് അവൾക്ക് ആഗ്രഹം. അവളും കൂടെ വരും. അവളുടെ പപ്പയോടല്ലാതെ അവൾ പിന്നെ ആരോടാണ് പറയണ ലാലിച്ച? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. ഓ, അപ്പോൾ അപ്പച്ചൻ ഏതായാലും അതെ അവളുടെ പക്ഷത്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ആ, അമ്മച്ചിയുടെ ഓർമ്മയാണല്ലേ ഇപ്പോൾ വന്നു കയറിയിരിക്കുന്നത്. അമ്മച്ചിയുടെ മുഖമാണെന്നാണല്ലോ പറയുന്നത്. എടാ, അതൊക്കെ സത്യം തന്നെയാണ്. അവൾക്ക് ഇതിൻ്റെ മുഖം തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഞാൻ അവളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അപ്പച്ചനെ പേടിയില്ലെന്നോ? അപ്പച്ചനെ ഭയങ്കര പേടിയാണ് അവളോട്. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അവളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അവളൊന്ന് സംസാരിച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. അതിനുശേഷം മതി. എങ്കിലേ അപ്പച്ചനൊരു കാര്യം ചെയ്യും. എന്നാ ഇത് 2 പെഗ് അടിച്ചെൻ്റെ. വേണ്ടടാ, എനിക്കേ ഭയങ്കര തലവേദനയാ. അതുകൊണ്ട് എനിക്കിപ്പോൾ കുടിക്കാനൊരു മൂടില്ലെന്നേ. അയ്യോ അപ്പച്ച, തലവേദനയ്ക്ക് ഇത് ബെസ്റ്റാ, ഇതൊന്ന് കുടിക്കുക. എന്നിട്ട് പോയി അവളോട് സംസാരിക്കുക. വേണ്ടടാ, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലാലിച്ചൻ ഭയങ്കര പൊട്ടിച്ചിരിക്കുകയാണ്. എൻ്റെ അപ്പച്ചനെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. അപ്പച്ചൻ അവളോട് ശരിക്കും പേടിയാ. ശരി, അപ്പച്ചൻ പോയി ഒന്ന് സംസാരിച്ച് കഴിയുമ്പോഴേക്കും അവളുടെ സ്വഭാവം മനസ്സിലാവും. അപ്പച്ചനെ അവള് ചുരുട്ടി കൂട്ടിതേ മടിയിലേക്ക് വെക്കും. അതായിരിക്കുമല്ലോ അവളുടെ സ്വഭാവം. പിന്നെ ഈ വെറുതെ കുട്ടീനോടോ അതൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല. മനസ്സിലായല്ലോ? എനിക്കറിയാം എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടതെന്ന്. അതേ രീതിയിൽ ഞാൻ പെരുമാറിക്കോളാം. കേട്ടല്ലോ? നീ ഇതിൽ കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ട എൻ്റെ ലാലിച്ച. ഞാൻ ഇടപെടുന്നില്ല. അപ്പച്ചനായി അപ്പച്ചൻ്റെ പാടായി. ചെല്ല്. അപ്പച്ചൻ്റെ ഭാര്യയുടെ ഫേസ് ആണല്ലോ, അതുകൊണ്ട് ചെല്ല് അപ്പച്ച. ശരിയടാ, ഞാൻ ഏതായാലും പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പച്ചൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈജയാണ്. അപ്പോൾ വൈജ ആരുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന സ്ഥലത്താ വീട്. ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വഴി. ഓക്കെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. അപ്പോൾ അതേ നമ്മുടെ വൈജ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയൊരു ജോലിക്കാരിയാണ്. അപ്പോൾ ജോലിക്കാരി നേരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വീടൊക്കെ ഒന്ന് നോക്കുക. വീടൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കാരിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, നിനക്ക് എടുക്കാനുള്ള ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടോ? ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് മാഡം. പിന്നെ മാഡത്തിൻ്റെ പഴയ വല്ല നൈറ്റിയോ ചുരിദാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനിട്ടുകൊണ്ട് നടക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പിന്നെ നോക്കാം. നീ അകത്തോട്ട് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ബബിതേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. അപ്പോൾ ബബിത ഓടി വരികയാണ്. അടുക്കളയിൽ നിന്നാണ് ഓടി വരുന്നത്. അപ്പോൾ വൈജു ചോദിക്കണം, നീ എന്തെടുക്കുകയായിരുന്നു അടുക്കളയിൽ? ഞാൻ ചായ ഉണ്ടാക്കി പിന്നെ വാഴയ്ക്ക ബജി ഉണ്ടാക്കുമായിരുന്നു. ഇനി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താ ചെയ്താൽ? പിന്നെ ആരെങ്കിലും ചെയ്യണ്ടേ? അതിന് ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. ഇവിടെ പുതിയ ജോലിക്കാരിയെ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണെന്നും പറയുകയാണ്. അതിനിപ്പോൾ ജോലിക്കാരിയെ ആവശ്യമുണ്ടായിരുന്നോ അമ്മേ? ജോലിക്കാരിയെ ആവശ്യമുണ്ട്. നിങ്ങൾ ഇന്നെ അടുക്കളയിൽ കയറി കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അതൊക്കെ ഇതൊക്കെ കഷ്ടപ്പാടാണെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല എന്ന് പറയണം. നീ കൂടുതൽ ഡയലോഗ് അടിക്കണം. നീ കൃഷ്ണമോളെ വിളിക്കുക. കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണ വരികയാണ്. എന്താ വിദേശി? അതെ, നിന്നെ ജോലിക്കാരിയെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. ആണോ? അമ്മയ്ക്ക് ചായ എടുക്കട്ടെ അമ്മേ? ഇന്നും കൂടി എനിക്ക് ചായ എടുത്തോ. പിന്നെ എനിക്ക് ചായ എടുക്കണ്ട, ഇവിടെ ജോലിക്കാരിയുണ്ട്. ശരി, ആയിക്കോട്ടെ. അങ്ങനെ കൃഷ്ണമോള് ചായ എടുത്തുകൊണ്ട് വരികയാണ്. 2 ഗ്ലാസ് ചായ ഉണ്ട്. അപ്പോൾ ചായ എടുത്തുകൊണ്ട് വന്നാൽ ചായ കുടിക്കാമേ? എടി നീയോ എടുത്തോ, ചായ എടുത്ത് കുടിച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ ജോലിക്കാരിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അവരിങ്ങനെ ചായ എടുത്ത് കുടിക്കുക. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രനും വരികയാണ്. അപ്പോൾ ബാലേന്ദ്രൻ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സ്ത്രീ നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾ ആരാ, എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീക്കൊരു പേടി പറയാനായിട്ട്. ഇപ്പോഴേക്കും നമ്മുടെ ബബിതയാണെങ്കിൽ അതെ, അമ്മ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ജോലിക്കാരിയാ. ജോലിക്കാരിയോ? ഒരു ജോലിക്കാരുടെ ആവശ്യമുണ്ടോ ബബിത ഈ വീട്ടിൽ? ഇല്ല അച്ഛാ, ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. അമ്മയല്ലേ കൊണ്ടുവന്നത് എന്ന് പറയാം. ഈ ജോലിക്കാർക്ക് ആര് ശമ്പളം കൊടുക്കും എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൊടുത്തോളാം എന്ന് വൈജിയുടെ മറുപടി. കൊടുക്കുന്നതൊക്കെ കൊള്ളാം എന്നിങ്ങനെ പറയാം. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ ഇവരിങ്ങനെ തുറിപ്പിച്ച് നോക്കുക. കുറേയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവർ അടുക്കളയിൽ ജോലി ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മുടെ വൈജി ആണെങ്കിൽ ബബിതേ എന്ന് പറഞ്ഞുള്ള TV ആണെങ്കിൽ ഭയങ്കര ഒച്ചത്തിൽ വെച്ചിരിക്കുകയാണ്. TV പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിന് ഇത്രേ സൗണ്ടിൽ TV വെച്ചിരിക്കുന്നത്? ചെവി കേട്ടൂടെ? എത്ര നേരെ വിളിക്കുന്നത്? എന്താ ഇപ്പോൾ എന്താന്ന് പറ. അതെ, ഫുഡ് റെഡി ആയിട്ടുണ്ട്, വാ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും കഴിക്കാം. കൃഷ്ണമോളെവിടെ എന്ന് വെച്ചപ്പോഴേക്കും കൃഷ്ണക്കുട്ടി. കൃഷ്ണക്കുട്ടിയോ? നീ എന്തിനിപ്പോൾ അവളെ കൃഷ്ണക്കുട്ടി എന്ന് വിളിക്കുന്നത്? എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ വിളിക്കും. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നുമില്ല, കേട്ടല്ലോ. അമ്മ എന്തിനാ ഇതിൽ കയറി ഇടപെടാൻ നിൽക്കുന്നത്? അങ്ങനെ കൃഷ്ണ വരികയാണ്. എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മയെ നിന്നെ വിളിച്ചത്.
അതെ കൃഷ്ണേ, ഫുഡ് കഴിക്കാനുള്ള സമയമായി. നീ പോയി അച്ഛനെ വിളിച്ചിട്ട് വാ. അയ്യോ അമ്മ, എനിക്ക് സ്റ്റെയർ കേസ് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എടേടി കൂടുതൽ കിടന്ന് കൊഞ്ചല്ലേ, നീ വിളിച്ചിട്ട് വാ എന്ന് ബബിത പറയുകയാണ്. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് പോയപ്പോൾ രോഹിത്തിനെയും കൂടി വിളിച്ചേക്കേ. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ നേരെ കൈയൊക്കെ കഴുകുക. അപ്പോൾ കൈയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് വന്നിട്ട്, അച്ഛാ അതെ അച്ഛാ, എൻ്റെ ബൈക്ക് മാറ്റാനുള്ള സമയമായി അച്ഛാ, എനിക്കൊരു പുതിയ ബൈക്ക് മേടിച്ചു തരാമോ? എൻ്റെ ബൈക്ക് എത്ര വർഷമായി? അത് പിന്നെ 3 വർഷമായി. ശരി ആയിക്കോട്ടെ. അപ്പോൾ രോഹിത്തിന് ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിലായിട്ട് എല്ലാവരും ഇരിക്കുക. അപ്പോൾ ജോലിക്കാർ വന്ന് ഭക്ഷണങ്ങളെല്ലാം ഇങ്ങനെ വെക്കുക. ഭക്ഷണങ്ങളെല്ലാം വെച്ച് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഈ വൈജ പറയുവാണ്, എടി നീ ഇങ്ങനെ നോക്കി നിൽക്കണ്ട, നീയും കൂടി ഇരുന്നോ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളോടൊപ്പം. നീ നോക്കി ഇന്ന് വെള്ളം ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ, ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നോന്ന് പറയാം. അപ്പം ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആർക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അലീനമി ഇതേപോലെ വിളമ്പി തരുമ്പോൾ അലീനയോട് ഒന്നിരിക്കാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും വൈജയുടെ ആ ഒരു ചൊടിപ്പ് അതെല്ലാവരും കണ്ടതാണല്ലോ. അപ്പം ബാലേന്ദ്രൻ അങ്ങോട്ട് തീരെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബാലേന്ദ്രൻ ഈ ജോലിക്കാരിയാണെങ്കിൽ ഒന്നും നോക്കാതെ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന് ഭക്ഷണം വിളമ്പാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും, അതേ ജോലിക്കാരി ഭക്ഷണം വിളമ്പാനായിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുക. അപ്പം ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.